ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇടിമുട്ടയാണ്. അപ്പോൾ ഈ ഒരു ഇടിമുട്ട ചിലർക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെയാണ് ഈ ഒരു ഇടിമുട്ട കൂടുതലായിട്ട് ഉണ്ടാക്കി വരാറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മുട്ട ഉണ്ടെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇടിമുട്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഒരു 15 ഇടിമുട്ട തയ്യാറാക്കാനായിട്ട് 15 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അളവിൽ മതിയെങ്കിൽ അതുപോലെ എടുക്കുക. നമ്മളിത് തയ്യാറാക്കുന്നത് ഇതുപോലെ ഇഡ്ഡലി തട്ടിലാണ്. അപ്പോൾ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മളിതുപോലെ ഇഡ്ഡലി തട്ടിൽ നന്നായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുക്കുക. അപ്പോൾ മുട്ട പെട്ടെന്ന് തന്നെ നമുക്കിതിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഓരോരോ മുട്ടയായിട്ട് ഓരോരോ ഇഡ്ഡലിയുടെ ഹോളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ട് ഒന്നിച്ച് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ മഞ്ഞക്കര പൊട്ടാതെ കിട്ടുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗി കാണാനായിട്ട്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളക്കുന്ന ആവി പാത്രത്തിലേക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, മുട്ടയൊക്കെ ഇതുപോലെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് മുകൾ ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ടാവും. അപ്പോൾ കട്ടിയായി വന്നിട്ടില്ലേ, കുറച്ച് സമയം കൂടി വെക്കുക. അതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് താഴെ ഇതുപോലെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലിൻ്റെ പടം വരും. അതിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിലുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ മുഴുവൻ മുട്ടയും ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അടുത്തതായിട്ട് നമുക്ക് മുട്ടേനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഒരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുക്കുന്നുണ്ട്. ഒരു 15 മുട്ടയായതുകൊണ്ടാണ് ഇത്രയും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അളവ് കുറച്ചിട്ടാണെങ്കിൽ അതുപോലെ എടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി നല്ല എരിവുള്ളതാണെങ്കിൽ ഇത്രയും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ലൂസായിട്ട് വേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓരോരോ മുട്ട ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുട്ടകളെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. മുട്ടയൊക്കെ ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 1/2 മണിക്കൂറിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു പാനിൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ ഒരു ഇടിമുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് 2 സൈഡും ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ ഇത് പൊട്ടിത്തെറിക്കുന്ന സാധാരണ നമ്മൾ മുട്ടയുടെ കാര്യങ്ങളൊക്കെ മുട്ട വെച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസൊക്കെ കുറവാണ്. അപ്പോൾ എന്നാലും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. നമ്മൾ കുറച്ചൊന്ന് മാറി നിന്നിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ 2 സൈഡ് ഇതുപോലെ ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇടിമുട്ട ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഫ്താർ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക.
അതുപോലെ തന്നെ കേക്ക് റെസിപ്പീസും ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.